പപ്പയും അമ്മയും തിരിച്ച് നാട്ടിലോട്ട് പോകട്ടെ, അതായത് കേരളത്തിലോട്ട്. അപ്പോൾ 3 ദിവസം ട്രെയിനിലിരിക്കുന്നുണ്ട്. ചപ്പാത്തി കൊണ്ടുവന്നിട്ട് ചപ്പാത്തിയെല്ലാം ആക്കുവാണ്. ഇന്ന് രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചായനോട് 3 ദിവസമായിട്ട് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി കാരണം പോയിരിക്കുകയാണ്. ഇന്ന് ഇച്ചായൻ തിരിച്ചു വരും. ഇച്ചായൻ വന്നിട്ട് വൈകിട്ട് 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. രാത്രിയാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് ലഞ്ച് കാര്യങ്ങളൊക്കെ ആക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരാണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പം പപ്പയും അമ്മയും ഞങ്ങളോട് ഉണ്ടായിരുന്നു. 2 ആഴ്ചയാണ് കേട്ടോ അവരോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് കുക്കിംഗ് ഒക്കെ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം വൈകിട്ട് അവരെ കൊണ്ടാക്കാൻ ഞങ്ങളോട് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് റെഡി ആവണപ്പോൾ എല്ലാം പെട്ടെന്നാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മോര് കറി ആക്കണം. മോര് കറി പിന്നെ പെട്ടെന്ന് ആയിക്കോളൂ, അതിന് വലിയ ടൈമില്ല. കുറച്ച് കഴിഞ്ഞ് കറണ്ട് വന്നു. കറണ്ട് ഉണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് എളുപ്പമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. മാവ് കുറച്ച് റെസ്റ്റ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കറണ്ട് പോയിട്ട് എന്നെ ചതിച്ചു. അവസാനം ഫൈനലി എല്ലാ ചപ്പാത്തി ആക്കി കഴിഞ്ഞ് ഞാനെല്ലാം വൃത്തിയാക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വെച്ചാനൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പപ്പയും അമ്മയും പോകുന്നത് അടുത്ത വീഡിയോയിലോട്ട് വരാം കേട്ടോ.